പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂ ഇയർ സ്പെഷ്യലായി നല്ലൊരു നാടൻ അടിപൊളി ചിക്കൻ പെരട്ട് റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. വീഡിയോ മുഴുവൻ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടിക്കരുത്. ചെറിയ പീസുകളാക്കിയ 500 ഗ്രാം ചിക്കനാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ചെറുതായി അരിഞ്ഞ ഒരു കൈപ്പിടി ചുവന്നുള്ളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് തേങ്ങാക്കൊത്ത് എന്നിവയും തയ്യാറാക്കി. ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്, ചതച്ച പെരുംജീരകം, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചതച്ച കുരുമുളക്, കുറച്ച് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി നന്നായി തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ മാറ്റിവെക്കുന്നു. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുന്നു. ഇതിലേക്ക് 3 തണ്ട് കറിവേപ്പിലയും തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചേർത്തൊന്ന് ഇളക്കുന്നു. ഇനി ഉടനെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് അതിനോടൊപ്പം ഉപ്പും 2 നുള്ളു കായപ്പൊടിയും ചേർത്ത് ഇളക്കുന്നു. ചിക്കനിൽ തേച്ച മസാലയോടൊപ്പവും ഉപ്പ് ചേർത്തതാണ്. ഇപ്പോൾ അതുകൊണ്ട് ചെറിയ തോതിൽ മാത്രമേ ഞാൻ ഉപ്പിടുന്നുള്ളൂ. ആവശ്യമാണെങ്കിൽ പിന്നെ ചേർക്കാം. 1/2 കിലോ ചിക്കന് 1 കൈപ്പിടി ഉള്ളി, ഏകദേശം 20 എണ്ണം ആണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ചുവന്നുള്ളി നന്നാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് സവാളയും ഉപയോഗിക്കാം. ഉള്ളിക്ക് ടേസ്റ്റ് കൂടുതലാണ് എന്നതുകൊണ്ട് മാത്രമാണ് ചുവന്നുള്ളി എടുക്കുന്നത്. ഉള്ളിയൊക്കെ നന്നായി ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളകും കൂടി ചേർക്കുന്നു. പച്ചമുളകൊന്ന് വാടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മസാല പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് 1 മുറി നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് നല്ലപോലെ ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കാം. പ്രത്യേകിച്ച് വെള്ളം ഇതിൽ ചേർക്കേണ്ടതില്ല. എങ്കിലും മസാല പുരട്ടി വെച്ചിരുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. വെള്ളമില്ലെങ്കിലും നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിച്ചാൽ ചിക്കൻ നല്ലപോലെ വേവും. അടുപ്പിലാണ് ഞാൻ വേവിക്കുന്നത്. ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് സമയം അടച്ച് പാകം ചെയ്തപ്പോഴേക്കും ചിക്കനിൽ നിന്നുള്ള വെള്ളവും ഒക്കെ ഇറങ്ങി നന്നായി വെന്തിട്ടുണ്ട്. ഇനി തുറന്നു വെച്ചാണ് പാചകം. ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും എല്ലാം വറ്റി നല്ലപോലെ മസാല അതിൽ പെരണ്ടിരിക്കുകയാണ് ചിക്കൻ പെരട്ടിൻ്റെ ഒരു പാകം. അതിനായി കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് തുടരെ ഇളക്കിക്കൊണ്ട് പാചകം ചെയ്യാം. തീ കൂട്ടി വെച്ച് കുറച്ച് സമയം തുടർച്ചയായി ഇങ്ങനെ ഇളക്കുന്നത് കൊണ്ട് മസാല നല്ലപോലെ ചിക്കനിൽ കോട്ടഡായി ഇതേപോലെ വരട്ടിയ ഒരു പരുവത്തിൽ ചിക്കൻ പെരട്ട് തയ്യാറാവും. ചോറ്, ചപ്പാത്തി, പൊറോട്ട അങ്ങനെ എല്ലാത്തിനോടൊപ്പവും നല്ല ഒന്നാന്തരം ഒരു സൈഡ് ഡിഷാണ് ചിക്കൻ പെരട്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അതേപോലെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.